ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഒരു 5:30 5:45 എഴുന്നേൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിസ്കാരവും കഴിഞ്ഞ് കുറച്ച് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നടക്കാൻ പോകാറുണ്ട്. ഇവിടെ അടുത്ത് തന്നെ പാർക്കുണ്ട്, അപ്പോൾ അതിനകത്തേക്ക് നടക്കാൻ പോകാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ലോണം മഞ്ഞൊക്കെ ഉള്ളത് കാരണം തന്നെ രാവിലെ പോകാറില്ല. രാവിലെ നടക്കാൻ പോയി വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു എനർജിയാണ് കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ മിക്കവാറും ഫോൺ കളിച്ചിട്ട് അവിടെ ഇങ്ങനെ മടി പിടിച്ചിരിക്കാറാണ് പതിവ്. പിന്നെ ഒന്ന് വെയിലൊക്കെ ചൂടായി വരുമ്പോൾ ഞാനൊന്ന് ആക്റ്റീവ് ആകും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്കിൻ കെയർ ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ സ്റ്റാർട്ടിങ് തന്നെ സ്കിൻ കെയറിലാണ്. സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു എനർജി വേറെ കിട്ടാറുണ്ട്. അപ്പം ഫേസ് ഞാൻ ക്ലെൻസർ വെച്ചിട്ടൊന്ന് സെറ്റഫിലിൻ്റെ ക്ലെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലെൻസർ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമാലിസ്റ്റിൻ്റെ വൈറ്റമിൻ സി സിറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഓർഡിനറി പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ നിയാസിനമൈഡ് സിറാണ്. എന്താ അറിയില്ല, അത് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഗ്ലോ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെർമാക്കോൻ്റെ തന്നെ സൺസ്ക്രീനാണ്. SPF 50+ സൺസ്ക്രീൻ യൂസ് ചെയ്തു. അപ്പോൾ ഇനി ഉള്ളത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം തന്നെ മാവെല്ലാം അരച്ച് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് രാവിലെ തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഹൈ ലെവലിലാണ്. കാരണം ദോശമാവ് അത് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടോ, പത വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും തലേദിവസം മൊത്തം. എന്നിട്ട് ഇങ്ങനെ രാവിലെ വന്ന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെയാണ് ഞാൻ മിക്ക ദിവസങ്ങളിലും ദോശമാവ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ തണുപ്പാകൊണ്ട് കൂടുതലൊന്നും പതഞ്ഞ് വരാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ടൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം കൂടുതൽ ആഡംബരങ്ങളൊന്നുമില്ല, കാരണം ഇന്ന് എനിക്ക് വർക്കുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണികൾ പെട്ടെന്ന് തീർത്ത് വെക്കുക എന്നുള്ളതാണ്. അതും പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ട ഒരു വർക്കാവും കൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുകയാണ്. രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എനിക്കൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ ചെടികൾ, എനിക്ക് കൂടുതൽ ചെടികളൊന്നുമില്ല എന്നാലും ഉള്ള ചെടികളൊക്കെ ഒന്ന് കെയർ ചെയ്യുക, അതുപോലെ ഒരു ഫ്രഷ് എയർ എടുക്കുക എന്നുള്ളത് അതെപ്പോഴും ഉള്ള ഒരു സന്തോഷമാണ് കേട്ടോ. മിക്കവാറും ഞാൻ ആ ചായയും കൊണ്ട് ഞാൻ എൻ്റെ ബാൽക്കണിയിൽ പോയിരുന്നിട്ടാണ് കഴിക്കാറുള്ളത്. അതൊരു ഹാപ്പിനെസ് എന്ന് മാത്രം. അപ്പോൾ എൻ്റെ കുഞ്ഞ് സ്ട്രോബെറി ഇന്ന് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റായിട്ട് ഇവിടെ സ്ട്രോബെറി ഉണ്ടാവണം കേട്ടോ. ഞാൻ പല തവണ കൊണ്ടുവന്ന് പ്ലാന്റ് വെക്കാറുണ്ട്. പക്ഷേ അത് ആ ടൈമൊക്കെ ആകുമ്പോൾ നല്ല ചൂടാവും അല്ലെങ്കിൽ തണുപ്പാവും. ആദ്യമായിട്ടാണ് ഞാനൊരു തണുപ്പ് കാലത്ത് ഞാൻ കൊണ്ടുവന്ന് വെക്കണത്. അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. അല്ലാത്ത ടൈമിലൊക്കെ അത് മിക്കവാറും പാളി പോകാറുള്ളതാണ്. പിന്നെ കുറച്ച് മണി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ഞാനൊന്ന് വാട്ടർ ചെയ്ത് കൊടുക്കും. പിന്നെ കുഞ്ഞു കുഞ്ഞു കൃഷികൾ ഇതൊന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എനിക്കൊരു ഗ്രീനറി കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു വെറുതെ ഒരു മനസ്സ്, അത്രേ ഉള്ളൂ. കാരണം ഇത് വളർന്നു വരുന്നതും അതിങ്ങനെ
എന്താ പറയുക ചെടിയായിട്ട് നിൽക്കുന്ന. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങി പോകാറുണ്ട്. പലതുമേ ഉണ്ടാവാറൊന്നുമില്ല. പക്ഷേ ഒരു ഹാപ്പിനെസ്സാണ്. നമ്മൾ നമ്മളുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ്സുകൾ കണ്ടുപിടിക്കുക എന്ന് പറയുമല്ലോ, അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണിത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് വിൻഡ് വെയിനാണ് കേട്ടോ. വിൻഡ് വെയിൻ എന്ന് പറയുന്നത് പണ്ടത്തെ കാലങ്ങളിൽ നമ്മൾ കാറ്റിൻ്റെ ദിശ അനുസരിച്ചിട്ടാണ് അവർ നോർത്തും സൗത്ത് പിന്നെ അതേപോലെ ഈസ്റ്റ് വെസ്റ്റൊക്കെ കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മിഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഉപകരണം. ആ സംഭവമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്കൂൾ പ്രൊജക്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഓൾറെഡി എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മളുടെ ഐഡിയയിൽ ചെയ്യുക എന്നുള്ളതാണ്. അവർ കൂടുതൽ റിക്വയർമെൻറ്റ്സ് ഒന്നും പറയില്ല. അവർ ജസ്റ്റ് ഒരു ഫോട്ടോ അയച്ചു തരും, അതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ തെർമോക്കോളായാലും അതിനകത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങളായാലും ഇന്നത് വേണമെന്നൊന്നും പറയാറില്ല. അപ്പോൾ ഞാൻ കൂടുതലും എൻ്റെ കയ്യിലുള്ള ക്രാഫ്റ്റ് പ്രോജക്റ്റ് ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. എൻ്റെ വർക്ക് എന്ന് പറയുന്നതും ഇത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് കൂടുതലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. കാരണം ഒരു വീക്കെൻഡായിട്ട് ശനി ഞായറും മാത്രമാണ് എനിക്ക് ലീവ് കിട്ടാറുള്ളത്. അല്ലാത്ത ദിവസങ്ങളിലേക്കൊക്കെ എനിക്ക് വർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കലും അപ്പോൾ എനിക്കതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല മിക്കവാറും. അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് വീഡിയോയിൽ ശ്രദ്ധിക്കാനും പിന്നെ അതുപോലെ ഈ ഒരു ചെയ്തെടുക്കുന്നത് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ രണ്ടും പാടെ എനിക്ക് കൊണ്ടുപോകൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഞാൻ പണ്ട് തൊട്ടിട്ടേ ഓരോ ക്രാഫ്റ്റുകൾ ഇങ്ങനെ ചെയ്ത് വരുമ്പം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം ഞാൻ കൂടുതലും വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ കൂടുതൽ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാർഡ്ബോർഡ് അതുപോലെ തെർമോക്കോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഓരോ സാധനങ്ങളും അല്ലെങ്കിൽ പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഓരോന്നും ഉണ്ടാക്കാറുള്ളത്. നമ്മൾ കൂടുതലും പൈസ ചിലവാക്കിയിട്ടുള്ള ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഒരു വർക്ക് തന്നെ കിട്ടിയത് അത്രയും ഒരു ഹാപ്പിനെസ്സാണ്. ഇതിന് ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതൽ സയൻസ് പ്രൊജക്റ്റൊക്കെ ആകുമ്പം സാധനങ്ങൾ പുറത്തുനിന്ന് മേടിച്ചിട്ട് ചെയ്യേണ്ടി വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസും അല്ലെങ്കിൽ ഞാൻ ചെയ്ത വർക്കുകളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് വേറൊരു വ്ളോഗായിട്ട് ചെയ്യേണ്ടി കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമോ എന്ന് കുറേ മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു വർക്ക് കാരണം എനിക്ക് ഒന്നിനും ടൈം കിട്ടാറില്ല കേട്ടോ. മിക്കവാറും എനിക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഇനി മാക്സിമം ഞാനൊരു വ്ളോഗായിട്ടെങ്കിലും ഞാൻ വീക്ക്ലി വൺസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ വിൻഡ് വെയിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പ്രിൻ്റ് എടുക്കാനും അതിനൊക്കെ ഞാൻ തന്നെയാണ് പോകേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കളർ പേപ്പേഴ്സും ഇതൊക്കെ ഞാൻ ഓൾറെഡി ബൾക്കായിട്ട് ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇനി ലഞ്ച് ടൈം ആകുമ്പോഴത്തേനും അതിനുള്ള പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ പോയിട്ട് വേണം എനിക്ക് ക്ലീനിങ്ങും അതുപോലെ തന്നെ ലോണ്ട്രിയും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടും ഓക്കെ. അപ്പോൾ ഞാൻ ഇത് ഇവിടെ സെറ്റാക്കിയതിന് ശേഷം വേഗം അതെല്ലാം പോയിട്ട് ചെയ്തിട്ട് വരും.
ഇന്ന് ഞാൻ നെയ്ച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഞാൻ എൻ്റേതായിട്ടുള്ള ഓരോ റെസിപ്പികളിലാണ് ഉണ്ടാക്കുക. ഇനി ഞാൻ ഉണ്ടാക്കുന്ന സാലഡിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം ഇത് എനിക്ക് അത്രയും ഫേവറേറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എല്ലാ ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ടാണെങ്കിലും ഈ സാലഡ് മാത്രമായിട്ട് കഴിക്കാറുണ്ട്. ഇനിയിപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാലഡാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഡയറ്റ് ഒക്കെ എന്നെപ്പോലെ ഡയറ്റൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഷാണ്. കുക്കുംബർ ഗ്രേറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ലൈം ജ്യൂസും പിന്നെ സാൾട്ടും ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് കേട് ഇട്ട് കൊടുക്കുക. കേടും പാട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സാലഡായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് കിച്ചൺ ക്ലീൻ ആക്കുക എന്നുള്ളൊരു ടാസ്കും കൂടി ഉണ്ട്. ആ ടാസ്കും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ലഞ്ചിനുള്ളൊരു ടൈമാകും.
അങ്ങനെ കിച്ചണെല്ലാം ക്ലീനാക്കി ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. ഇപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് കാണാറുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വിൻഡ് വെയിന് ഇനി അവരുടെ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കണം. മിക്കവാറും ദിവസങ്ങളിൽ അവർ ഇങ്ങോട്ട് തരാറാണ് പതിവ്. അപ്പോൾ ഇന്ന് അവിടെ ആളില്ലാത്തത് കൊണ്ട് നമ്മളിത് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഷോപ്പിലെല്ലാം കൊണ്ടുപോയി കൊടുത്തു. റിട്ടേൺ വീട്ടിൽ തന്നെ വന്നു. ഇനി എനിക്ക് കുറച്ച് കണക്കും കാര്യങ്ങളെല്ലാം ഞാൻ അതത് വർക്കിൻ്റെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാറുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് എഴുതി വെച്ചു. മിക്കവാറും ദിവസങ്ങളിൽ ഈവനിങ് സ്നാക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഒരു വാട്ടർ മെലൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ജ്യൂസിലൊന്നും പഞ്ചസാര ചേർക്കാറില്ല കേട്ടോ. ഞാൻ ഒന്നെങ്കിൽ ഞാനങ്ങനെ ഫ്രഷായിട്ട് അടിക്കാറുള്ളതാണ്, അല്ലെങ്കിൽ തീരെ മധുരമല്ല, നമ്മൾ എടുക്കുന്ന ഫ്രൂട്ട് മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഹണി മിക്സ് ചെയ്യും. അങ്ങനെ ഈവനിങ് വൈബൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജ്യൂസെല്ലാം കുടിച്ചു. അത് കഴിഞ്ഞ് എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാർസൽ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്, ഞാൻ ഇപ്പം ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലാസിൻ്റെ സെയിം സാധനം തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കതിൻ്റെ സ്ട്രോ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തതാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ചെറിയ പൈസക്ക് ഞാൻ ടൈമൂന്ന് മേടിച്ചതാട്ടോ. അപ്പോൾ ഞാനിത് ഗ്ലാസിൻ്റെ ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി സംഭവം. എനിക്ക് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ ഈ എസ്തെറ്റിക്കൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന അതേ ഒരു കോൾഡ് കോഫിയൊക്കെ കുടിക്കുമല്ലോ, അതുപോലത്തെ അതിന് ലിഡ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ തന്നെ സ്ട്രോ വരുന്നുണ്ട്. എല്ലാം ഗ്ലാസിൻ്റെയാണ്. നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രം. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി ഗ്ലാസ്സാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാത്രിക്കൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡുകളും മിക്കവാറും എന്തെങ്കിലും തട്ടിക്കൂട്ട് ഫുഡായിരിക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു സാൻഡ്വിച്ചാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസിന് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.